അപ്പാ ഞാനാ കാലൻ. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടെ. മക്കളെ നിങ്ങളെല്ലാം വീട്ടിൽ പോ. എന്താ ഒരു പരുങ്ങലോടെയാണല്ലോ വരവ്? എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ പരമസുഖം. പിന്നെ അതായത് പറഞ്ഞോളൂ. പറയുന്ന വിഷമം തോന്നരുത്. ഇതിലും വലിയ വിഷമം ഇനി എനിക്ക് എന്താ വരാനുള്ളത്? ഈ പപ്പനാവന്റെ ശരീരം ഉടനെ ഒഴിഞ്ഞു തരണം. ഒഴിഞ്ഞു തരാനോ? ആർക്ക്? ആർക്കും തങ്ങാനും താമസിക്കാനൊന്നുമല്ല, കൊണ്ടുപോയി ദഹിപ്പിക്കാനാ. ഇത് വിട്ടിട്ട് ഞാൻ എവിടെ പോകാൻ? മരിച്ച പപ്പനാവന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചിട്ടില്ല. മൃതശരീരത്തിന് ശേഷക്രിയ അതെങ്ങനെ ശാന്തി ലഭിക്കുക? കുറച്ചു നാളുകൂടിയല്ലേ, അയാളോട് ക്ഷമിക്കാൻ പറ. അതൊന്നും പറഞ്ഞാ പറ്റില്ല പപ്പ. ആ ആത്മാവ് ഉണർന്ന് ബഹളം കൂട്ടുക, ഇരിക്കപ്പൊഴുത് തരുന്നില്ല. ഇപ്പൊ പുലിവാല് പിടിച്ചിരിക്കുന്നത് ഞാനാ. ഇതുമായിട്ട് ഞാൻ നല്ലോണം ഒന്ന് ഇണങ്ങി വന്നതായിരുന്നു. അന്യന്റെ ദേഹം വെറുതെ മോഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പപ്പ? നീ വാ, നമുക്ക് ഉടനെ പോവാം. എന്നാ ശരി. വീണ്ടും മരിച്ച്. ഇനി താമസിപ്പിക്കണ്ട. താമസിപ്പിച്ച അപകടമാണ്. എന്താണ് കിണിക്കുന്നത്? ഒരുക്കടാ. ഒറ്റ വീക്കുന്നുണ്ട്. വേം പോയി ഒരുക്കണം. കേൾക്കുന്നുണ്ടോ? കൊണ്ട കൊള്ളി വെച്ചിട്ട് വേണം സമ്പാദ്യമൊക്കെ വീതിച്ചെടുക്കാൻ. വരട്ടെ, ഇവനൊക്കെ എന്റെ കൈ വരും. എന്റെ കൈ വരാതെ ഇവനൊക്കെ എവിടെ പോകാനാ? ഇപ്പൊ ആരും മരിക്കാറൊന്നുമില്ലേ? ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. പക്ഷെ നിനക്ക് നാട്ടിൽ തന്നെ വേണ്ടേ? ഇന്നത്തെ രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ. ഇന്ന് രാത്രി ആള് മരിക്കാറുണ്ട്. ആരാ? സർക്കിൾ ഇൻസ്പെക്ടറാ. ആള് മിടുക്കനാ, ചെറുപ്പവാ. പക്ഷെ എന്ത് ചെയ്യാൻ, മിടുക്ക് കളിക്കാൻ കയ്യിൽ ആയുസില്ലാതെ പോയി. പേര് ദേവദാസ് എന്നാ. ഹലോ, അതെ, ഞാൻ ഉടനെ സ്റ്റേഷനിലേക്ക് വരാം. പറഞ്ഞിരുന്നു. ഇന്ന് രാത്രി തന്നെ പോണം. ഇല്ല, മാറ്റി വയ്ക്കാൻ പറ്റില്ല. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ചേടാ, ഓരോ പുലിവാലുകള്. എന്താ സാർ പ്രശ്നം? താനെന്താ ഇവിടെ? ഞാൻ ചുമ്മാ വന്നതാ. ചുമ്മാതെ? അങ്ങനെ ചുമ്മാ ഒന്നും വരണ്ട. ഓ, മണിയടിക്കാനുള്ള ഉദ്ദേശമായിരിക്കും. ദൈവത്താണ്, ഒരു ഉദ്ദേശമില്ല. അല്ല, അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് നടക്കില്ല. എടോ, തനിക്കൊന്നും പോലീസ് പണി പറ്റില്ലടോ. പോലീസിന്റെ വേഷം ഇട്ടാ പോലീസിന്റെ ജോലി ചെയ്യണം. അല്ലാതെ സിനിമ കാണുകയല്ലേ വേണ്ട. തന്റെ പേരിലുള്ള സസ്പെൻഷൻ ഇപ്പോഴൊന്നും പിൻവലിക്കില്ല. തിരക്കില്ല, സാറിന്റെ ലീവ് കഴിഞ്ഞിട്ട് മതി. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പോണം. താങ്കോട്ടെ. അകത്തൊന്ന് പറഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ചാ. അത് തരാ കമ്മീഷണർ ആയി ജോലുണ്ടോ? വെറുതെ അകത്തൊന്ന് പറഞ്ഞ വെറുതെ പറയുന്നിപ്പ എന്താ? നീയാണ് അയാളെ പിടിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ കുട്ടനെ. ഞാനെങ്ങനെ അയാളെ വഴക്കു പറയാ? താഴെ ഇവിടുന്ന് പോരാന്ന് നിൽക്കുക. സസ്പെൻഷനായ ഒരുപാട് പോലീസുകാരുണ്ട്. എല്ലാരും പാവങ്ങളാ. എല്ലാരും പിടിച്ച് നിർത്തിക്കോ. കുട്ടൻ അവരെ പോലൊന്നുമല്ല, പഞ്ചപാവ. നമ്മുടെ മോളെന്ന് വെച്ച ജീവനാ. കാണും കാണും, ജീവൻ കാണും. പ്രത്യേകിച്ച് സസ്പെൻഷൻ വയ്ക്കുമ്പോ. മോൾക്ക് ഐസ്ക്രീമും കാഡ്ബറീസും ഒക്കെ മേടിച്ചെന്നത് മോൾ ഡാഡിയോട് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലേ? സത്യമായിട്ടും പറഞ്ഞില്ല. അയ്യോ, എന്റെ കാശ് കളഞ്ഞല്ലോ. മോളെ, ആ അങ്കിളിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറ. അങ്കിള് നല്ല അങ്കിളാണ്. അങ്കിള് മിഠായി മേടിച്ചു തരും. പിന്നെ അങ്കിളുടെ ജോലി മോളെ ചത്തില്ലേ? താഴെ പോയില്ലേ? മോളോട് യാത്ര പറഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ചു. തനിക്ക് വീട്ടിൽ പണിയൊന്നുമില്ലേ? വീട്ടിലിരിക്കുന്നത് വിളിക്കുന്നത് ഒന്നല്ലേ സാർ? ഇയാളെ കൊണ്ട് വലിയ ശല്യമല്ലോ. താൻ പറഞ്ഞു വിട്ടാലും പോലെ. അവസാനമായിട്ട് പറയാ, മേലെ തന്നെ ഇവിടെ കണ്ടുവരുത്.
ശരി സാർ. അപ്പോ ടിക്കറ്റ് ഞായറാഴ്ച തന്നെ വേണമല്ലേ? തിങ്കളാഴ്ചയായി പറ്റില്ലല്ലോ. ടിക്കറ്റ്? എന്ത് ടിക്കറ്റ്? അല്ല, സാറിന് നാട്ടിലേക്ക് പോവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. തന്നോട് ആര് പറഞ്ഞു? ഞാനാ പറഞ്ഞത്. കുട്ടൻ ചെല്ലു. നീ എന്താ കരുതിയിരിക്കുന്നത്? അവനെ കൊണ്ട് വീട്ടിൽ ജോലി ചെയ്യിക്കാന്നോ? ഞാനൊന്നും പറഞ്ഞതല്ല, അയാൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് ബന്ധുക്കൾ ആരോ റെയിൽവേയിലുണ്ടെന്ന്. ഒന്നുണ്ട് അവന്റെ അമ്മായിയപ്പൻ, റെയിൽവേ മന്ത്രി. പിന്നെ വേറെ പണിയൊന്നുമില്ലേ? ഞാൻ തിരിച്ചു വരുമ്പോ അവനെ ഇവിടെ കണ്ടുവരുത്. ആ ശാന്തി, ഞാൻ രാത്രി വരാൻ വൈകും. മോളെ, ഡാഡി പോന്നു. ഛേ, നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടില്ലേ പുറകിന്ന് വിളിക്കരുതെന്ന്? സാരമില്ല. എന്താ മോളെ? മോക്ക് പാവ വേണം. എന്ത് പാവ വേണ്ടേ? നാട്ടിൽ ചെല്ലുമ്പോ മുത്തച്ഛനെ കാണിക്കാനാ. കുട്ടിയാനയുടെ പാവ. എന്തിനാ മോളെ കുട്ടിയാനയുടെ പാവ? മമ്മിയില്ലേ? ശരി, ഡാഡി വരുമ്പോ പാവ വാങ്ങിച്ചിട്ട് തൽക്കാലം മോക്ക് ടാറ്റാ. മിസ്റ്റർ സൈമൺ, നിങ്ങൾ 3 ബാച്ചുകളെ പിരിക്കുക. എന്നിട്ട് ഇതിൽ തന്നെ പതുങ്ങിയിരിക്കുക. എന്റെ നിർദ്ദേശം കിട്ടിയാലുടൻ കോട്ടയിൽ കയറി ആക്രമിക്കുക. ഒരൊറ്റവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഗോ. യെസ് സർ. എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാനത്തെ കണ്ണിയാണ് നീ. എന്താ നോക്കി നിൽക്കുന്നത്? ദേവദാസിനെ കൊന്ന് പുലി രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. നീ നോക്കി നിൽക്കണ്ട, പോയി കയറിക്കോ. അവിടെ സാർ, സാർ മുമ്പില് സാർ. മുമ്പില് അവിടെ. ആ സാർ, വീടെത്തി. ആ
ആരാ അത്? ആരാന്നാ ചോദിച്ചേ? ഞാനാ, കുട്ടനാ സാർ. ഏത് കുട്ടൻ? നീ വന്നേ. താൻ പോയതാ സാർ. ഞാൻ ഇവിടുന്ന് പോയതാ. ടിക്കറ്റുമായി തിരിച്ചു വന്നപ്പോ കൊച്ചമ്മയും കുഞ്ഞും തനിച്ചാ മോളില്. രാത്രിയല്ലേ, അവർക്കൊന്ന് കൂട്ടിനിരുന്നതാ. ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല സാർ. സാറ് പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തോളാം. വേലക്കാരന്റെ സ്ഥാനത്തേക്കണം. താൻ പോയി കിടന്നു. സാർ, അപ്പൊ എന്റെ ജോലിക്കാര്യം? ജോലിക്ക് എന്ത് പറ്റി? 6 ദിവസമായി സാർ ഞാൻ പുറത്ത് നിൽക്കണേ. എന്തിനാ പുറത്തേക്കുന്നത്? സാറ് പറഞ്ഞിട്ട്. എന്നാ ഇനി അകത്ത് കിടന്നു. എന്നാ ഞാൻ പോട്ടെ സാർ. എങ്ങോട്ട്? വീട്ടിലേക്ക്. നാളെ രാവിലെ യൂണിഫോം ഇട്ടിട്ട് ഇവിടെ വരാം. വേണ്ട, യൂണിഫോം വേണ്ട, ഈ വേഷമൊക്കെ മതി. തന്നെ ആ കഥവ് കൂട്ടിയിട്ടിട്ട് ഇവിടെ കിടന്നു. അല്ല വേണ്ട, അവിടെ ഈ അടുക്കളയില് അവിടെ. അടുക്കളയിലോ? പറഞ്ഞു കേട്ടില്ലേ? ഞാൻ കുറ്റിയിട്ടിട്ട് ഞങ്ങൾ വരാം. ഞാൻ അടുക്കളയിൽ തന്നെ കിടക്കണോ സാർ? അപ്പൊ ഞാൻ അടുക്കളയിൽ തന്നെ കിടക്കാം. എന്ത് വേഷത്തിലാ കിടന്നുറങ്ങിയത്? ഞാന് ഇത് മാറാൻ മറന്നുപോയി. രാത്രി ബോധമില്ലാതെയാണോ വന്നത്? ഇപ്പൊ കിടക്കാൻ ബെഡ്റൂം ഒന്നും വേണ്ടതായോ? രാത്രി ഞാൻ വളരെ താമസിച്ചു. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഇവിടെ കിടന്നു. ആഹാ, ഈ ഔദാര്യം മുമ്പൊരിക്കലും തോന്നിയിട്ടില്ലല്ലോ. ഇപ്പൊ ഓരോരോ പുതിയ രീതികളാ. വലിയ കേസായിരുന്നു തോന്നുന്നു രാത്രി. ഏതായാലും മോളിൽ പോയി കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. ചെല്ല് ചെല്ല്.